ഒന്ന് മുറുക്കിയിട്ട് തൊപ്പിയൊക്കെ റെഡിയാക്കിയിട്ട് നാട്ടിലേക്ക് വിളിക്കാം. ഉമ്മാക്ക് മുജേ സീറ്റ് മിലാഹൻ, ബസ്സിന് സീറ്റ് ഇട്ടിട്ട്. നമ്മളെ ആൾക്കാരുണ്ട്, മക്കള് ജിദ്ദിയിലായ മക്കള് ഇക്കാമ കിട്ടിയ ബാപ്പായോട് പറയും ഇപ്പാച്ചി ഇക്കാമ ഇട്ടിക്കിടുന്നോ എന്ന മാതിരി ബസ്സിന് സീറ്റ് ഇട്ടിയ സന്തോഷം അങ്ങോട്ട് വിളിച്ചു പറയാം. എന്നിട്ട് ഇബല രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നടക്കണേ ആണോ? 34 കൊല്ലം ബംഗാളിൽ നിങ്ങൾക്ക് ഒറ്റക്ക് ഭരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കയ്യോ? ഇവിടെ അത്രയും കഴിയൂല. നോക്കിയാൽ നിങ്ങൾ അഹമ്മദ് സാഹിബ് ഈ തെരഞ്ഞെടുപ്പിൽ 1,98,000 വോട്ടിനെ ജയിച്ച് പാർലമെന്റ് കണ്ടെത്തിയത്. അഹമ്മദ് സാഹിബിനെതിരെ നിർത്തിയ സ്ഥാനാർത്ഥി സൈനവ പടച്ചോരെ ഡിവൈഎഫ്ഐക്കാരെ 1.5 മണിക്ക് ആൻസും വെച്ചിട്ട് നെഞ്ചിനുള്ളിൽ നീയാണ് സൈനവ ഓൽക്കന്നെ അരം. അത് തോൽക്കാനല്ല ജയിക്കാനാണ് ഈ സൈനവ പടവെട്ടുന്നത്. എന്നിട്ട് 27 തവണ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞമ്മക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോയാൾ അഹമ്മദ് സാഹിബ്. സൈനബാനോട് ഐക്യരപടി എവിടെയെന്ന് ചോദിച്ചാൽ പറയും ദേശാഭിമാനി നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവരെ അങ്ങോട്ട് പോണ്. BJP ഇന്ത്യക്ക് അധികാരത്തിൽ, അവർ ഒറ്റക്ക് അധികാരത്തിൽ വന്നു. BJP കാബ കൈകൾ ചടങ്ങാന സൗദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത പരിപാടിയാണ്. ആ പരിപാടിയിൽ കുറെ കാലം ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് പോലണ്ട്. ഈ കൊല്ലം അവിടുന്ന് വിളിച്ചു സൗദി അറേബ്യയിലെ ഗവൺമെന്റ്. അപ്പൊ ഈ കുറി ഫോൺ എടുത്തത് BJPന്റെ ആൾക്കാരാ. ഫോൺ എടുത്ത പറഞ്ഞു ഇവിടെ അഹമ്മദ് സാഹിബിനെ അയക്കണം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് BJPക്കാരെ വിളിച്ചു പറയാ അഹമ്മദ് ഒന്നും ഇവിടെ അല്ല, ഇവിടെ സുഷമ സ്വരാജ് ഹേൻ. അപ്പൊ അറബികൾ അവിടുന്ന് ഇങ്ങോട്ട് പറയാ അന മാ അബുവ ഖദ്ദാമ അബുവ ഷെയ്ഖ് അഹമ്മദ്. ഖദ്ദാമനേതാ വിചാരിച്ചിട്ട് സൗദിയാക്കത്താ സുഷമ രാജ പെണ്ണാറിന് അവിടെ പെരപ്പണിക്ക് പോണ ആൾക്കാരാ. ഖദ്ദാമനെ വേണ്ട, അഹമ്മദ് സാഹിബിനെ അയക്കി. അപ്പൊ അഹമ്മദ് സാഹിബിന് ചീരാപ്പം പണിയിട്ട് അന്ന് പോകാൻ കഴിയൂല. ഇതാ മാഫി അഹമ്മദ് അർസൽ കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അയക്കിന്നാ പറഞ്ഞു. അവർക്കൊക്കെ സൈനവ് പോയാൽ അങ്ങനെ ഉണ്ടാവും അറിയോ? അപ്പൊ ലീഗിന്റെ വലിപ്പം ഇവിടെ നിന്നല്ല, അന്താരാഷ്ട്ര തലത്തിലാണ് ലീഗിന്റെ വലിപ്പം. എല്ലാ സ്ഥലത്തും അതല്ലേ. ചില്ലറ സംഗതിയല്ലേ രാജ്യത്ത് മുസ്ലിം ലീഗ് പാർട്ടി ചെയ്യണത്. കഴിഞ്ഞ 4 കൊല്ലം ഈ ഗവൺമെന്റിന് ആനുകൂല്യം കിട്ടാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ, മനുഷ്യന്മാരുണ്ടോ? 60 വയസ്സായ മുഴുവൻ ആളുകളും വിളിച്ചു എത്തിയിട്ടില്ല. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ നമ്മളെ മെമ്പർമാർ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പെൻഷനാണ് എഴുതി കൊടുത്ത്. 50 വക്താണ് അള്ള നമുക്ക് നിർബന്ധാക്കിയ നിസ്കാരം. റസൂൽ 9 വട്ടം പോയിട്ട് അത് 5 കുറച്ച്. ഉമ്മൻചാണ്ടി റസൂല് അള്ളാന്റെ ആളുമായിട്ട് അല്ല പറയണത്. അയാൾ 3 വട്ടം പോയി ഹൈക്കമാൻഡിക്ക്. ബുറാക്ക് എന്ന വിമാനത്തിലല്ല, സാധാരണ വിമാനത്തിലാ പോയത്. ചെന്നപ്പോ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷ കൊടുക്കാൻ 65 വയസ്സാവണം, അതൊരു 5 വയസ്സ് കുറച്ചുകൂടെ. 3ാമത്തെ പോക്കില് മൻമോഹൻ സിംഗ് പറഞ്ഞ ഉമ്മൻചാണ്ടി 60 ആക്കിയാളിയാർ. അപ്പോഴും മാർക്കിസ്റ്റാർ ബോർഡ് എഴുതി മനുഷ്യന്റെ ആയുസ് 5 കൊല്ലം കുറച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ അരിയാളിന് വോട്ട് ചെയ്യാൻ. ആയുസ് കുറച്ചതല്ല ചങ്ങായി, അപേക്ഷാപൂർവത്തിൽ 5 കൊല്ലം കുറച്ചിട്ടുള്ളൂ. വരുമാന പരിധി 25,000. ഉമ്മൻചാണ്ടി പറഞ്ഞു ചെറിയൊരു ജോലിയില്ലോരും 2 മക്കൾ ഗൾഫിലില്ലോരും വില്ലേജ് ഓഫീസർ 2,500 കൊടുക്കണ മാസം. അതുകൊണ്ട് ഇക്കുട്ടിയാൾക്ക് കിട്ടൂല, വല്യമ്മക്ക് കിട്ടണില്ല. അത് 3 ലക്ഷമാക്കി കൊടുത്തില്ല നമ്മള്. അങ്ങനെയല്ലേ മാർച്ചിറ്റാരൊക്കെ ബ്രാഞ്ച് സെക്രട്ടറി ഓന്റെ അമ്മാനെ ഇന്നോവ കാറിലേക്ക് കൊണ്ടുവന്നിട്ട് അദാലത്തിൽ അപേക്ഷ കൊടുത്തു. 1 മാസം കൊണ്ട് തൃക്കലങ്ങോട് പഞ്ചായത്ത് പെൻഷൻ പാസ്സാക്കി. ഈ കഴിഞ്ഞ ഓണം കഴിഞ്ഞാൽ 9,500 എന്റെ നാട്ടിലെ കദീസാത്താക്കാട് കിട്ടിയപ്പോ കണ്ണുന്നും കണ്ട് വെള്ളം ഒലിപ്പിച്ചിട്ടുണ്ട്. ഈ 500 തൊട്ടും 1000 തൊട്ടും ആദ്യമായിട്ട് ഈ സാധു കാണുക. എന്നിട്ട് കോന്തലൊക്കെ കെട്ടിയാണ്ട് ഒരു പട്ടികന്റെ കഷ്ടം വെച്ചിട്ട് രാത്രി കറന്നുറങ്ങണേ. കള്ളന്മാര് വരും വിചാരിച്ചിട്ട് രാവിലെ പീടിയേക്കുണ്ട് ഇറങ്ങിയിട്ട് എവിടെ ആടറക്കണ കുഞ്ഞേതിന്നാ ചോദിക്കണേ. ആദ്യത്തെ പേറിന്റെ അന്ന് തിന്നത് ആടിന്റെ ഊര. ഇപ്പൊ തിന്നത് 64 വയസ്സായിട്ട് ഉമ്മൻചാണ്ടി ലീഗും ഭരിച്ചപ്പോഴാര്യങ്ങള്. ഇപ്പൊ എല്ല് കടിക്കാൻ വെച്ചാ അപ്പൊ ആടിന്റെ കക്കും കറന്നു ലിവറിൽ. അത് 1 കിലോ കൊണ്ടുവന്നിട്ട് 450 30 രൂപ ഓട്ടോറിക്ഷന്റെ പൈസയും കൊടുത്ത് 500 ബാക്കി വേണ്ടാറ്. സന്തോഷം നോക്കിയാൽ എന്നിട്ട് പെരിയിൽ കൊണ്ടുവന്നിട്ട് നല്ല ജീരകവും കുരുമുളകും ഇട്ട് ഇങ്ങനെ വരട്ടിയിട്ട് അങ്ങനെ 2 കഷ്ടം ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ഉച്ചക്ക് തിന്നിട്ട് അൽഹംദുലില്ലാ ലീഗിനെ വലുതാക്കണേ, വാർഡ് മെമ്പറെ വീണ്ടും ജയിപ്പിക്കണേ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജീവൻ ആരോഗ്യം പ്രദാനം ചെയ്യണേ. അപ്പുറത്ത് പാറക്കുട്ടിയപ്പൊക്കും കിട്ടി 9,500. ഇത് അയലോക്കാരും പേരെ കുട്ടിയാളി ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല സാമ്പാറും ചോറും നല്ലൊരു പായസം. എന്നിട്ട് ഇങ്ങനെ ദ്വാരക്കല് ദിക്റിലിന്റെ മാതിരി ഓം മുസ്ലിം ലീഗായ നമഃ, ഓം മുസ്ലിം ലീഗായ നമഃ 33 വട്ടം. ആരെ മാർക്കിച്ചാരെ നിങ്ങൾക്ക് കേരളത്തിൽ വോട്ട് ചെയ്യേണ്ട?